മുൻ KPCC അധ്യക്ഷൻ K. മുരളീധരൻ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ഈ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം നടക്കുകയാണ്, പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ 4ാം വാർഷികാഘോഷത്തെ കാണുന്നത്? അതായത് ഇത്രയും വലിയ ആഘോഷം നടത്തേണ്ട ഒരു ആവശ്യമില്ല. സർക്കാരിൻ്റെ നേട്ടങ്ങൾ വേണമെങ്കിൽ അവർക്ക് പറയാം, പക്ഷെ അതിന് ഈ രീതിയല്ല. ഇത് ഏതാണ്ട് 100 കോടി ചെലവഴിച്ചുകൊണ്ട് ധൂർത്ത് നടത്തുക. ഈ വാർഷികങ്ങളൊക്കെ സർക്കാർ ചെലവിൽ പ്രതിപക്ഷത്തിന് കുറ്റം പറയാനുള്ള വേദികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കാസർഗോഡ് പ്രസംഗം മുതൽ ഈ പ്രക്രിയ തുടരുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു 3000 രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. പണ്ട് പാണ്ഡവർക്ക് വേണ്ടി ദൂതന് എന്ന ശ്രീകൃഷ്ണനോട് ദുര്യോധൻ പറഞ്ഞ വാചകമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പൈസ പോലും കൂട്ടിത്തരില്ല. ദുര്യോധനൻ പറഞ്ഞാൽ ഒരു സൂചി കുത്താൻ സ്ഥലം തരില്ല പാണ്ഡവർക്കെന്ന്. ആ ദുര്യോധന പിന്നെ എന്തുണ്ടായി എന്നുള്ളതൊക്കെ മഹാഭാരതത്തിൽ പറയുന്നത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത്രയും ഒരു സമരങ്ങളോട് അലർജിയുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യുന്ന എല്ലാവരെയും അവമാനിച്ചു വിടുകയാണ്. അപ്പോൾ വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിൻ്റെ അത് ക്യാൻസൽ ചെയ്തു. കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സെക്രട്ടറിയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ കണ്ണീരും കയ്യുമായി കേരളത്തിലെ സാധാരണക്കാർ കഴിയുമ്പോഴാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ മാമാങ്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചത് ഇതിന് വഴങ്ങേണ്ട കാര്യമില്ല, ഇത് ബഹിഷ്കരിക്കുക. ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ കൂടുതൽ ഒരു ആനുകൂല്യം ഇന്നിപ്പോൾ UDFനുണ്ട്. കാരണം അവർക്ക് വേണ്ടി അവരെ നശിപ്പിക്കാൻ അവർക്ക് വേണ്ടി നിൽക്കാത്ത ഒരു സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു പ്രതിപക്ഷം എന്നുള്ളൊരു ഫീലിംഗ് സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ധൂർത്ത്, അതായത് നവകേരള സദസ്സ് നടത്തി ധൂർത്തടിച്ചതിൻ്റെ ഫലം തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി കിട്ടിയെങ്കിൽ അതുപോലെ തിരിച്ചടിയാണ് നിലമ്പൂരും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലൊക്കെ LDFനെ കാത്തിരിക്കുന്നത്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ഏതാനും ദിവസങ്ങൾക്കും പ്രഖ്യാപനവും ഉണ്ടാകും. എങ്ങനെയാണ് UDFൻ്റെ പ്രതീക്ഷ? സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിലാണോ? അല്ല, ഞാൻ പറയുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ചെങ്ങന്നൂർ ഞങ്ങൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറക്കി. ഇലക്ഷൻ മാസങ്ങളോളം നീണ്ടുപോയി. അവസാനം പിടിച്ചേക്കാൻ തന്നെ വലിയ പ്രയാസമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി വരും. അല്ലാതെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഈ പ്രഖ്യാപിക്കുമെന്ന സംശയം ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നാളെ നടത്തിയാൽ പോലും 11 മാസമേ നിയമസഭയുടെ കാലാവധിയുള്ളൂ. ഇത് വീണ്ടും നീണ്ടുപോകും തോറും പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗത്തിന് നിയമസഭയിൽ പ്രവർത്തിക്കാനുള്ള അവസരം പോലും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ നിമിഷം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. നേരത്തെയുള്ളതുപോലെയല്ല, ഈ തവണ സിറ്റിംഗ് സീറ്റല്ല നിലമ്പൂർ സീറ്റ് നേരത്തെ നഷ്ടപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ സിറ്റിംഗ് സീറ്റിലാണ് വിജയിച്ചത്. അപ്പോൾ ഇതൊരു വെല്ലുവിളിയാണോ ഈ തവണ പോരാട്ടം? അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവേശം കൂട്ടുന്നുണ്ട്. കാരണം ഇത് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു കഴിയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സീറ്റ് LDFൻ്റെ സീറ്റുകളും പിടിച്ചെടുത്തു എന്ന് പറയാം. ഇതുവരെ ഇപ്പോൾ പറയുന്ന LDF പറയുന്നത് ഞങ്ങളുടെ ഈ ജനറൽ ഇലക്ഷനേക്കാൾ ബൈ ഇലക്ഷനിൽ ഭൂരിപക്ഷം കൂടിയത് അവർ അംഗീകരിക്കുന്നില്ല. അവർ പറഞ്ഞാൽ എല്ലാവരും സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നാണ് പറയുന്നത്. അതല്ല, സിറ്റിംഗ് സീറ്റല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു തിളക്കം കൂടും. മറ്റൊന്ന്, നിലമ്പൂരിലെ PV അൻവറിൻ്റെ സാന്നിധ്യമാണ്. അൻവർ UDF പ്രവേശനത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. അൻവറിനെ അവഗണിച്ച് UDFന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, അൻവറിനെ അവഗണിക്കുന്ന പ്രശ്നവുമില്ല. പക്ഷേ അൻവറിൻ്റെ പാർട്ടി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കോൺഗ്രസുമായിട്ട് നല്ല ബന്ധത്തിലല്ല. പക്ഷേ അൻവറിനോട് എല്ലാവർക്കും ഒരു ആനുകൂല്യമുണ്ട്. കാരണം പിണറായി സത്യത്തിനെതിരെ പോരാടി രാജിവെച്ച ഒരാളാണ്. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസും UDFും ഒരു തീരുമാനം എടുക്കും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും ആശയക്കുഴപ്പമൊന്നുമില്ല ഈ കാണുന്ന? ഒരു ആശയക്കുഴപ്പമില്ല. കാരണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, എണ്ണം ചിലപ്പോൾ കൂടുതലുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇപ്പോൾ LDF തന്നെ സ്ഥാനാർത്ഥി ആരാന്ന് ഒരു രൂപമില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിനാണെങ്കിൽ എല്ലാ ചാനലിലും പറയുന്നത് VS ജോയ് അല്ലെങ്കിൽ ഹരിയാണൻ ഷൗക്കത്ത്. CPMന് അതുപോലും പറയുന്നില്ല. BJP എന്താ ചെയ്യേണ്ടത് അവർക്കറിയില്ല.
അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസും യു ഡി എഫും തിരിച്ചു വരുന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിനും കോൺഗ്രസിനും കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. അത് യു ഡി എഫിന് നല്ല ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും. നഷ്ടപ്പെട്ട സീറ്റ് 9 വർഷം മുമ്പ് നഷ്ടപ്പെട്ട സീറ്റ് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമ്പോൾ അത് യു ഡി എഫിന് ഒരു എനർജി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലമ്പൂരിൽ വലിയ ആവേശത്തിൻ്റെ പോരാട്ടമാണ് നടക്കാൻ സാധ്യത എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതിനൊപ്പം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷം അത് ധൂർത്താണെന്ന നേരത്തെയുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ആവർത്തിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.